ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഖലീൽ ഗിബ്രാന്റെ മനുഷ്യപുത്രനായ യേശു എന്ന കൃതിയിൽ ഈശോയുടെ കുരിശു ചുമക്കാൻ നിർബന്ധിക്കപ്പെട്ട ശിമയോൻ, സൈറീൻകാരനായ ശിമയോൻ തൻ്റെ സ്മരണകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അവരിനിയും അവൻ്റെ കുരിശു ചുമക്കുക എന്നോട് നിർബന്ധിച്ചാൽ എൻ്റെ പാതകൾ കല്ലറയിൽ അവസാനിക്കും വരെ ഞാനത് ചുമക്കും. പക്ഷേ അവൻ്റെ കരം എൻ്റെ ചുമലിൽ ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളിലും സങ്കടങ്ങളിലും ഒരാളുടെ കൂട്ടാണല്ലോ നാം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. സഹനങ്ങളും സങ്കടങ്ങളും എത്രയും വേഗം ഒഴിഞ്ഞു പോകണം എന്നതിനേക്കാൾ ഉപരി ആ സഹനങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരാളുടെ കൂട്ടുണ്ടാവുക എത്രയോ ആശ്വാസകരമാണ്. അതാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തെക്കുറിച്ചാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും അയക്കപ്പെട്ടവരാണെന്നും നമുക്കറിയാം. നമ്മളെല്ലാം അയക്കപ്പെട്ടവരാണ്, മിഷണറിമാരാണ്. നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് സ്വർഗാരോഹണത്തിന് മുൻപ് ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന കൽപ്പനയാണ്. 3 കാര്യങ്ങളാണ് ഈശോ ഗലീലയിൽ വെച്ച് അവരോട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, നിങ്ങൾ ലോകമെങ്ങും പോകണം, എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം, കൽപ്പനകളും നിയമങ്ങളും പാലിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കണം. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യം ഭരമേൽപ്പിക്കുന്നത് ഗലീലയിൽ വെച്ചാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈശോ തൻ്റെ ദൗത്യം ആരംഭിച്ചതും ഗലീലയിൽ വെച്ചാണ്. ആ ദൗത്യത്തെ ഈശോ പൂർത്തീകരിക്കുന്നത് ജെറുസലേമിൽ വെച്ചാണെങ്കിലും തൻ്റെ ശിഷ്യന്മാരെ ഈ ദൗത്യം ഭരമേൽപ്പിക്കാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുക്കുന്ന ഭൂമിക അത് ഗലീലിയാണ്. ഗലീലി വലിയ അഡ്രസ്സുള്ള ഒരു പട്ടണമല്ല. അതേക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ യേശയ്യാ പ്രവാചകന്റെ പ്രവചനത്തെ മുൻനിർത്തി പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കടൽത്തീരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്, വിജാതീയരുടെ പ്രദേശമാണ്, അന്ധകാരത്തിന്റെ ആവരണമുള്ള പാപത്തിന്റെയും മരണത്തിന്റെയും നിഴലിൽ ആളുകൾ കഴിയുന്ന ഒരു പ്രദേശമാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ട പശ്ചാത്തലങ്ങളെ എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ മത്തായിയിലൂടെ ഗലീലിയിലൂടെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു ഗലീലിയുണ്ട്. നാം ഒക്കെ സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിത മേഖലകൾ, നമുക്ക് സുരക്ഷകളും സന്തോഷങ്ങളും ആനന്ദവും പകരുന്ന മേഖലകളെക്കാൾ ഉപരി അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും ആവരണങ്ങളുള്ള നിഴലുകളുള്ള പ്രദേശങ്ങളിലേക്ക് നാം കടന്നു ചെല്ലേണ്ടതുണ്ടെന്ന് ഈ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം ഗലീലികളിലേക്ക് അയക്കപ്പെടുന്ന ശിഷ്യരോട് ഈശോ പറയുന്ന ഏറ്റവും വലിയ ആശ്വാസവചനം, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. അവൻ എമ്മാനുവേലാണ്, അവൻ കൂടെ ഉണ്ടാകുന്നവനാണ്. അയക്കപ്പെടുന്നവൻ എവിടെയെല്ലാം പോയാലും അവിടെയൊക്കെ നിഴലുപോലെ അവൻ്റെ നിരന്തരമായ നിതാന്തമായ സാന്നിധ്യം ഉണ്ടാകും. അയക്കപ്പെടുന്നവർ എവിടേക്കൊക്കെ കടന്നു ചെന്നാലും അവിടെയെല്ലാം അവൻ്റെ നിരന്തരമായ നിതാന്തമായ സാന്നിധ്യമുണ്ടാകുമെന്ന് ഈശോ ഉറപ്പ് നൽകുകയാണ്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് വായിച്ചു കേട്ട 1-ാമത്തെ വായനയിൽ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മോശയിൽ നിന്ന് ഇസ്രായേലിനെ വാഗ്ദാന നാട്ടിലേക്ക് നയിക്കാനുള്ള ദൗത്യം ഭരമേൽക്കുന്ന ജോഷുവയ്ക്ക് ദൈവം കൊടുക്കുന്ന ചില ഉറപ്പുകളെയാണ്. ദൈവം ജോഷുവയോട് പറയുകയാണ്, മോശയ്ക്കെന്ന പോലെ, മോശയുടെ കൂടെ ആയിരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെയും ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ജോഷുവയ്ക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ് മോശയുടെ കൂടെ ആയിരുന്നതുപോലെ ഞാനും നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. മോശയോട് കൂടെ എന്ന് പറയുമ്പോൾ അതിന് വലിയ ആഴങ്ങളുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണും, ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു, ഒരു സ്നേഹിതനോടെന്ന പോലെ തൻ്റെ ഹൃദയഗതങ്ങൾ അവന് വെളിപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം എത്ര ഹൃദ്യമായിട്ടാണ് ജോഷുവയ്ക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. ഒരു സ്നേഹിതന് എന്ന പോലെ ജോഷുവയ്ക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നത്. ഒരു സ്നേഹിതനെ പോലെ ഇനി മുതൽ ദൈവം കൂടെ ഉണ്ടാവും. ആ ദൈവം അവന് ഒരു വലിയ ഉറപ്പ് കൊടുക്കുകയാണ്, നീ അജയ്യനായിരിക്കും, ആർക്കും നിന്നെ കീഴ്പ്പെടുത്താൻ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അതിനായി ജോഷുവ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, പ്രമാണഗ്രന്ഥം എപ്പോഴും നിന്റെ കൺമുമ്പിലുണ്ടായിരിക്കണം, നീ അതിനെ ധ്യാനിക്കണം, അതിനെ പാലിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാക്ഷികളായി ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അവൻ്റെ പ്രമാണങ്ങളെ പാലിക്കുകയും അവയെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു സ്നേഹിതൻ എന്ന പോലെ അവൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഈ 1-ാമത്തെ വായന നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. 2-ാമത്തെ വായനയിൽ ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം
1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നതും ദൈവത്തിൻ്റെ സഹവാസത്തെക്കുറിച്ചാണ്, കൂടെയായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. അവിടെ പ്രവാചകൻ ഇസ്രായേലിന് ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്: ദൈവമായ കർത്താവിനോട് നിങ്ങൾ ചേർന്നിരിക്കുമെങ്കിൽ ദൈവമായ കർത്താവ് നിങ്ങളോടും ചേർന്നിരിക്കും. നിങ്ങൾ അവിടുത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിക്കും. ഒരു പാരസ്പര്യതയെ പരിചയപ്പെടുത്തുകയാണ്. ദൈവത്തോട് നാം ഏതു മനോഭാവമാണോ പുലർത്തുന്നത്, അതേ മനോഭാവത്തോടെ ദൈവം നമ്മളോടും ഇടപെടും, പെരുമാറും. ഈ ഒരു ഉറപ്പ് നൽകിയതിനു ശേഷം പ്രവാചകൻ ജനത്തോട് ചോദിക്കുകയാണ്: സത്യദൈവമോ, പഠിപ്പിക്കാൻ പ്രവാചകരോ പുരോഹിതരോ പാലിക്കാൻ നിയമങ്ങളോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജനത നിലനിൽക്കുക? പ്രിയപ്പെട്ടവരെ, ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം പേറുന്ന ആളുകളില്ലെങ്കിൽ എങ്ങനെ സമൂഹം നന്മയിൽ നിലനിൽക്കും? എങ്ങനെ നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് വളരും എന്നുള്ള ചോദ്യം അതിമനോഹരമായിട്ട് ഈ 2ാം വായന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ടല്ലോ, വ്യാഖ്യാനിക്കാൻ ആളുകളില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന എത്യോപ്യക്കാരൻ്റെ ചോദ്യം. നിയമത്തെയും ദൈവത്തെയും കുറിച്ച് സംസാരിക്കാനും വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാനും ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്, ജനതകൾക്ക് നമ്മെ ആവശ്യമുണ്ട്. ഇതാണ് 2ാമത്തെ വായന നമ്മോട് സംസാരിക്കുന്നത്. 3ാമത്തെ വായനയിൽ കൊറിന്തോസുകാർക്കുള്ള 2ാം ലേഖനം 13-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസപ്പോസ്തലൻ കൊറിന്തോസിലെ ജനങ്ങളെ ഒരു ആത്മപരിശോധനയ്ക്ക് നിർബന്ധിക്കുകയാണ്. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കുക. ക്രിസ്തു എല്ലാവരിലുമുണ്ട്. പക്ഷെ അവൻ്റെ സാന്നിധ്യങ്ങളെ തിരിച്ചറിയുന്നതിലാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ ക്രിസ്തു കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ് അപാരമായ ആത്മവിശ്വാസം നമുക്ക് തരും. ഏത് പ്രതിബന്ധങ്ങളിലും സഹനങ്ങളിലും മുന്നേറാൻ ഈ തിരിച്ചറിവ്, ഈ ആത്മവിശ്വാസം നമ്മെ സഹായിക്കും. അതാണ് ലേഖനത്തിലൂടെ പൗലോസ് തൻ്റെ ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു നമ്മളിൽ ഇല്ല എന്നുള്ള ബോധ്യം അത് നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. കാരണം യേശുക്രിസ്തു ഞങ്ങളിൽ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യം ഇതാണ്: യേശുക്രിസ്തു ഞങ്ങളിൽ ഉണ്ട്, എന്നിലുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളെ ഒന്നുകൂടി ധ്യാനിക്കുമ്പോൾ, അവയെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അപാരമായ സാന്നിധ്യം അത് മനുഷ്യകുലത്തോടൊപ്പം എന്നും ഉണ്ടാവും. അത് യുഗങ്ങളുടെ അന്ത്യം വരെ തുടരുന്ന ഒന്നാണ്. പക്ഷെ ഒന്ന് മാത്രമേ ഈ നിറസാന്നിധ്യം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ: അവനോടുള്ള വിശ്വസ്തത, അവനോട് ചേർന്നിരിക്കാനുള്ള നമ്മുടെ സന്നദ്ധത, അവൻ കൂടെ ഉണ്ടോ എന്ന് കൂടെ പരിശോധിക്കാനുള്ള ഒരു ജാഗ്രത. ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.